ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSST ബോട്ടണി റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ അസ്കോമൈക്കോട്ട, ബെസരിയോമൈക്കോട്ട, ഡിറ്ററോമൈക്കോട്ട, ഫംഗൽ അസോസിയേഷൻ ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗൽ. ഇതിൽ ഫംഗൽ അസോസിയേഷൻ നമ്മളെല്ലാം +1 ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് അതിന് പ്രത്യേകിച്ച് ഒരു ക്ലാസിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം എല്ലാ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ റിവിഷൻ തയ്യാറാക്കിയത്. പോകാം ക്ലാസ്സിലേക്ക്. First question, which of the following is known as sac fungi? Sac fungi, അറകൾ ഉള്ള ഫംഗസുകൾ ഏതാണ്? അസ്കസിനുള്ളിൽ സ്പോറുകളുള്ള അസ്കോമൈസസ്. ആൻസർ അസ്കോമൈസസ്. The asexual spore produced in ascomyces are called dash and are produced dash. അസ്കോമൈസസിന്റെ അസെക്ഷൽ സ്പോറുകൾ ഏതാണ്? അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? അപ്പൊ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം അസ്കോമൈസസിന്റെ അസെക്ഷൽ സ്പോറുകൾ കൊണീഡിയ ആണെന്നാണ്. പ്രധാനപ്പെട്ടത് കൊണീഡിയാണ്. അത് എക്സോജീനസ് ആയിട്ടാണ്, അതായത് പുറത്തായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൊണീഡിയ എക്സോജീനസിലെയാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂണിസെല്ലാർ അസ്കോമൈസസ് യൂസ്ഡ് ഇൻ ബേക്കിംഗ് ആൻഡ് ബ്രീയിങ് ഇൻഡസ്ട്രി? നമുക്ക് എല്ലാവർക്കും അറിയാം ഈസ്റ്റ് അഥവാ സക്കാരോമൈസസ്. ന്യൂറോസ്പോറ ക്രാസ വിച്ച് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്ക് ബിലോങ്സ് ടു വിച്ച് ക്ലാസ്? ബയോകെമിസ്ട്രി ജനറ്റിക് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂറോസ്പോറ ക്രാസ എന്ന സ്പീഷീസ് ആണ്. ഇത് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു? ഇപ്പൊ ന്യൂറോസ്പോറ വരുന്നത് അസ്കോമൈസസ് എന്ന ക്ലാസ്സിലാണ്. വിച്ച് ടൈപ്പ് ഓഫ് അസ്കോകാർപ്പ് ഈസ് കപ്പ് ഷേപ്ഡ്? കപ്പ് ഷേപ്പിലുള്ള അസ്കോകാർപ്പ്. അസ്കോകാർപ്പ് എന്താണെന്ന് അറിയാലോ, ഫ്ലോട്ടിംഗ് ബോഡി. അത് കപ്പ് ഷേപ്പിലാണെങ്കിൽ എന്ത് പേര് പറയും? അപ്പോത്തീസിയം എന്നാണ് പറയുന്നത്. ക്ലേവിസെപ്സ് പർപ്യൂറിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോസിംഗ് വിച്ച് ഡിസീസ്? ക്ലേവിസെപ്സ് പർപ്യൂറിയ എന്ത് അസുഖത്തിന് കാരണമാകുന്നു? നമുക്കറിയാം എർഗോട്ട് ഓഫ് റൈ ക്ക് കാരണം ക്ലേവിസെപ്സ് പർപ്യൂറിയ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് അസ്കോമൈസസ്? അസ്കോമൈസസിന്റെ ഫീച്ചർ അല്ലാത്തത്? സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് മൈസീലിയം, അസെപ്റ്റേറ്റ് സീനോസൈറ്റിക് മൈസീലിയം, ഡൈക്കാരിയോൺ ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ, അസ്കോസ്പോർസ് ആർ സെക്ഷൽ സ്പോർ. അപ്പോൾ നമുക്കറിയാവുന്നത് ഡൈക്കാരിയൻ ഫേസ് ഇതിലുള്ളതാണെന്ന് അറിയാം, അസ്കോസ്പോറുകളും ഉള്ളതാണെന്ന് അറിയാം. പിന്നീട് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് മൈസീലിയം ആണോ അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് മൈസീലിയം ആണോ? നമുക്കറിയാം അസ്കോമൈസസിലെ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് മൈസീലിയം ആണ് ആൻസർ, അല്ലെ? അപ്പൊ അതിൽ വരാത്തത് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് മൈസീലിയം. മോറൽസ് ആൻഡ് ട്രഫിൾസ് കൺസിഡേർഡ് എഡിബിൾ ഡെലിക്കേഷ്യസ് ബിലോങ്സ് ടു. ഫുഡായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ചില സ്പീഷീസുകളാണ് മോറൽസും ട്രഫിൾസും. മോറൽസ് മീൻസ് മോർക്കല്ല. ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? അസ്കോമൈക്കോട്ടയിൽ വരുന്നതാണ്. A closed ascocarp is named as. നേരത്തെ പറഞ്ഞു കപ്പ് ഷേപ്പിലുള്ള അപ്പോത്തീസിയം ആണ്. ഫുൾ ക്ലോസ് ആയിട്ട് പോസ്റ്റുകൾ ഒന്നും ഓപ്പണിംഗ് ഇല്ലാത്ത ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പെരിഡിയം കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ലെയർ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഔട്ട് ഗ്രോത്ത് കാണപ്പെടുന്ന രീതിയിലുള്ള അസ്കോകാർപ്പിന് എന്ത് പേര് പറയുന്നു? ക്ലീസ്റ്റോതീസിയം എന്നാണ് പറയുന്നത്. അസ്കോജീനസ് ഹൈഫേ ആർ പ്രസന്റ് ദ ലൈഫ് സൈക്കിൾ ഓഫ്. അസ്കോജീന ഹൈഫേ എന്ന പ്രത്യേക ഹൈഫേ ഏത് ലൈഫ് സൈക്കിൾ, ആരുടെ ലൈഫ് സൈക്കിളാണ് കാണപ്പെടുന്നത്? തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അസ്കോമൈസസിൽ വരുന്നത്, ബാക്കിയെല്ലാം അതിൽ വരാത്തതായിരിക്കും. മ്യൂക്കർ നമുക്കറിയാം സൈഗോമൈസസിൽ വരുന്നതാണ്, റൈസോപ്സും അതിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വരുന്നത് ആസ്പെർജില്ലസ് ആണ്, ഇതിനകം ആകെയുള്ള ഒരു അസ്കോമൈസസ്. അപ്പൊ അസ്കോജീനസ് ഹൈഫേ കാണിക്കുന്നത് ആസ്പെർജില്ലസ് ആണ്. സ്ട്രോമൈസ് എന്താണ് സ്ട്രോമ? സ്ട്രോമ എന്ന് പറയുന്നത് കോമ്പാക്ട് സൊമാറ്റിക് ഹൈഫേ വിത്ത് ഫ്രൂട്ടിംഗ് ബോഡീസ്, ലൂസ്ലി ഇന്റർവോൺ ഹൈഫേ, സ്മാൾ ഹൈഫൽ ബ്രാഞ്ച്, എ ഗ്രൂപ്പ് ഓഫ് സ്പോർസ്. ഇതിൽ ഏതാണ് ആൻസർ? അതായത് ഒരു സൊമാറ്റിക് ഹൈഫേ ആയിരിക്കും, ഫ്രൂട്ടിംഗ് ബോഡി കവർ ചെയ്ത് കാണപ്പെടുന്ന സൊമാറ്റിക് ഹൈഫേ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് സ്റ്റെറൈൽ ഹൈഫേ അറൌണ്ട് ദ അസ്കോകാർപ്പ് ഈസ് നോൺ ആസ്. അതായത് ഒരു അസ്കോകാർപ്പിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, നേരത്തെ ഞാൻ ക്ലിസ്റ്റോതീസിയം പറഞ്ഞത് ആ പേര്, ആ ലെയറിന് എന്ത് പേര് പറയും? പെരിഡിയം എന്നാണ് പറയുന്നത്. A flask shaped ascocarp with ostiole is named as. അപ്പോത്തീസിയം എന്ന് പറയുന്നത് കപ്പ് ഷേപ്പിലായിരിക്കും, ഫുൾ ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലിസ്റ്റോതീസിയം, എന്നാൽ ഒരു ഫ്ലാസ്കിന്റെ ആകൃതിയിലുള്ളതിനെ പെരിതീസിയം എന്നാണ് പറയുന്നത്. വിച്ച് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ദ കൊണീഡിയ ഇൻ ആസ്പെർജില്ലസ്? ആസ്പെർജില്ലസിൽ കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കുക, ബേസിഡിയ, അസൈ, ഫയാലറ്റ്സ് ഓൺ ദ ടെർമിനൽ വെസിക്കിൾ, സ്പൊറാഞ്ചിയം. അപ്പൊ ആസ്പെർജിന്റെ പ്രത്യേകത ബ്രാഞ്ചഡ് അല്ലാത്ത കൊണീഡിയാണ്. അപ്പൊ അതൊരു വെസിക്കിളിന്റെ മുകളിലെ സ്റ്റെറിക്മാറ്റ എന്ന സ്ട്രക്ചറിന്റെ എക്സോജീനസ് ആയിട്ടാണ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെറിക്മാറ്റയുടെ മറ്റൊരു പേരാണ് ഫയാലൈറ്റ്സ് എന്ന് പറയുന്നത്. ഫയാലൈറ്റ്സ് ഓൺ ടെർമിനൽ വെസിക്കിൾ ആണ് ആൻസർ. അതിനെ സ്റ്റെറിക്മാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു.
Identify the correct sequence of structures in Penicillium from the conidiophore stalk to the conidia. Conidia development കറക്റ്റ് സീക്വൻസ് ഏതാണ്? അപ്പൊ ഓർത്തിരിക്കേണ്ടത് കറക്റ്റ് സീക്വൻസ് ആദ്യം ഒരു സ്പെഷ്യലൈസ്ഡ് ഹൈഫേ കൊനീഡിയോഫോർ, അതിൽ പിന്നെ സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ടാകുന്നതിനെ മെറ്റുലെ എന്ന് പറയും. അതിന്റെ ടിപ്പിലായിട്ട് കാണുന്ന ഒരു ഫ്ലാസ്ക് പോൾ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ഫയലറ്റ്സ് ഓഫ് സ്റ്റെറിക്മാറ്റ എന്ന് പറയും. അതിലാണ് കൊനീഡിയോസ്പോറുകൾ അല്ലെങ്കിൽ കൊനീഡിയ ഡെവലപ്പ് ചെയ്തത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്രോസിയർ ഫോർമേഷൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് മെക്കാനിസം ഫോർ ക്രോസിയർ കണക്ഷൻ. ഒരു കർവ്ഡ് കണക്ഷൻ ഉണ്ട് അല്ലെ? ആ കണക്ഷൻ കാണിക്കപ്പെടുന്നത് ഏത് സ്റ്റേജിലാണ്? അസെക്ഷൽ റിപ്രഷനിലാണോ, പ്ലാസ്മോഗമിയിലാണോ, മെയിൻറ്റെയിൻ ഡൈക്കാരിയോട്ട് ഫേസ് ആണോ, സ്പോർ ഡിസ്പേസിലാണോ? അപ്പോൾ അസ്കോമൈസിന്റെ ഡൈക്കാരിയോൺ സ്റ്റേജിന് മുന്നേ കാണുന്ന ഒരു ഹുക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് ക്രോസിയർ ഫോർമേഷൻ എന്ന് പറയുന്നത്. മെയിൻറ്റെയിനിങ് ദ ഡൈക്കാരിയോട്ട് ഫേസ് ആണ് ആൻസർ. Which of the following is known as club fungi due to the shape of its basidia? ബേസിഡിയയുടെ ഷേപ്പ് വെച്ചിട്ട് ക്ലബ് ഫംഗസ് എന്ന് അറിയപ്പെടുന്ന നമുക്കറിയാം ബെസിഡിയോ മൈക്കോട്ട. ക്ലാം കണക്ഷൻസ് ആർ ഫൗണ്ട് ഇൻ മെനി ബെസിഡിയോമൈസസ് ടു എൻഷുർ. പല ബെസിഡിയോമൈസിലും ഒരുപാട് ക്ലാമ്പ് കണക്ഷൻ, നേരത്തെ നമുക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാമ്പ് കണക്ഷൻ കാണുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? നേരത്തെ ഒരു ക്രോസിയർ ഫോർമേഷൻ കാണിക്കുന്നത് എന്തിനാണ്? അത് തന്നെയാണ് ഇവിടെയും ക്ലാമ്പ് കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡൈക്കാരിയോട്ടിക് ന്യൂക്ലിയർ. Which of the following causes the black rust of wheat? Black rust of wheat. റസ്റ്റ് ഡിസീസിന്റെ കാരണം എല്ലാം നമുക്കറിയാം പക്സീനി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ബ്ലാക്ക് റസ്റ്റ് ഓഫ് വീറ്റിന്റെ കാരണം പക്സീനി ആയിരിക്കും. പിന്നെ അതിന്റെ ഏത് സ്പീഷീസ്? ഇപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ പക്സീനിയുടെ മറ്റ് വേറെ ഒന്നും തരാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. പക്സീനിയ ഗ്രാമിനിസ് ട്രിറ്റിക്സിയ. The Dolichos septum is a characteristic feature of Dolichos septum parenthosome ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് വരുന്നത് എപ്പോഴും ബെസിഡിയോമൈസിസിലാണ്, ഹയർ ബെസിഡിയോമൈസിസിലാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഹോമോ ബെസിഡിയോമൈസിസ് എന്ന ക്ലാസിനകത്താണ് വരുന്നത്. Astilago tritici causes the which of the following diseases? Triticum estivum, വീറ്റിന്റെ നെയിമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ട്രിറ്റിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീറ്റുമായി ബന്ധപ്പെട്ട ഡിസീസ് ആണ്. അപ്പൊ ഒരുപാട് വീറ്റിന്റെ ഡിസീസ് ഉണ്ട്. അതുകൊണ്ട് അസ്റ്റിലാഗോ ഓർക്കേണ്ടത് സ്മട്ട് ഫംഗസ് എന്നാണ്. പിന്നെ അത് സ്മട്ട് വരുന്ന ഏത് ഡിസീസ് ഉണ്ട്? ലൂസ് സ്മട്ട് ഓഫ് വീറ്റ്. അത് ഓർത്തിരിക്കുക. ആ ഒരു ലെറ്റർ മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ സ്മട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ആൻസർ ബി ആണ്. അസ്റ്റിലാഗോ സൈറ്റാമിനെ കോസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ്? സൈറ്റാമിനെ എന്ന് പറഞ്ഞ ഫാമിലിക്കകത്ത് വരുന്നത് സ്പീഷീസ് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ വിപ്പ് സ്മട്ട് അസ്റ്റിലാഗോ സ്മട്ട് ഡിസീസിന് കാരണമാണ്. അത് വിപ്പ് സ്മട്ട് ഓഫ് ഷുഗർ കെയിൻ ആണ്. നേരത്തെ ലൂസ് സ്മട്ടിന് കാരണം വേറൊരു സ്പീഷീസ് ആണ്. അതുപോലെ സ്പീഷീസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അസ്റ്റിലാഗോ സൈറ്റാമിനെ വിപ്പ് സ്മട്ട് ഓഫ് ഷുഗർ കെയിന് കാരണമാണ്. സ്മട്ട് ഓഫ് മെയ്സ് കോസ്ഡ് ബൈ. ഇപ്പൊ സ്മട്ട് എന്ന് പറയാൻ നമുക്കറിയാം അസ്റ്റിലാഗോയാണ്. മെയ്സ് വരുന്ന സ്പീഷീസിനെ മെയ്ഡിസ് എന്ന് പറയും. അപ്പൊ ഓപ്ഷനിൽ നോക്കി എഴുതാം അസ്റ്റിലാഗോ മെയ്ഡിസ്. Which of the following rust fungi is characterized by the formation of Apresoria over stomata? സ്റ്റൊമാറ്റയിലൂടെ അപ്രസോറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ള ഇതിലെ ഏത് റസ്റ്റ് ഫംഗസുകളാണ്? അപ്രസോറിയ എന്ന് പറയുന്നത് പാരസൈറ്റിക് ഇൻഫെക്ഷന് അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ്. ഹോസ്റ്റോറിയ എന്ന ന്യൂട്രിയൻസ് അബ്സോർബിന് സഹായിക്കുമ്പോൾ ആ ഒരു ഇൻഫെക്ഷന് വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് അപ്രസോറിയ. ഇത് കൂടുതലും കാണപ്പെടുന്നത് പക്സീനിയ ഗ്രാമിനി ട്രിറ്റിസിയിലാണ് കാണപ്പെടുന്നത്. അതായത് ഒബ്ലിഗേറ്റ് പത്തോജൻസിലാണ് അപ്രസോറിയ ആ ഹോസ്റ്റിനെ ഇൻഫെക്ട് ചെയ്യാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The primary function of an Apresorium in pathogenic Basidiomycota is to be. നേരത്തെ പറഞ്ഞ കണക്ക് അപ്രസോറിയത്തിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് മെക്കാനിക്കൽ പ്രഷർ ടു പെനെട്രേറ്റ് ദ ഹോസ്റ്റ് ക്യൂട്ടിക്കിൾ. ഹോസ്റ്റിന്റെ ക്യൂട്ടിക്കിളിലേക്ക് അതിന്റെ ബോഡി അല്ലെങ്കിൽ അതിന്റെ മൈസിൽസിനെ പെനെട്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്രസോറിയ. അപ്രസോറിയ എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ആ ഹോസ്റ്റ് സർഫസിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത് ഹോസ്റ്റോറിയാണ്. അത് മാറിപ്പോകുന്നത് കേട്ടോ. What is the specific infection structure formed inside the host cell which branches from the infection hyphae that originate from the Apresorium? അതായത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അപ്രസോറിയത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്പെഷ്യൽ സ്ട്രക്ചർ. അത് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചർ ആണെങ്കിൽ അതിന് എന്ത് പേര് പറയാം? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹോസ്റ്റോറിയ. Teletospora stalked bicelled, each cell binucleate with a papilla. Such Teletospora present. Teletospora ഉരുഡോസ്പോറും പറഞ്ഞ ഓർമ്മയുണ്ട്. അത് കാണപ്പെടുന്ന ഏത് സ്പീഷീസിലാണ്? അത് പക്സിനിയുടെ ഒരു പ്രത്യേകതയാണ്. Which family of Basidiomycota is most known for producing complex infection structures like Apresoria and Haustoria? ഈ ഏത് ബെസിഡിയോമൈക്കോട്ടയിൽ വരുന്ന ഫാമിലിയിലാണ്
അപ്രസോറിയം ഹോസ്റ്ററിയം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്രസോറിയം കാണപ്പെടുന്ന പക്സീനിലാണെങ്കിൽ അത് വരുന്ന ഫാമിലി പക്സീനിയേസിയയിലാണ് കാണപ്പെടുന്നത്. ടു വിച്ച് ഫംഗൽ ക്ലാസ് ഡു പഫ് ബാൾ ബിലോങ്? പഫ് ബാൾസ് വരുന്ന ഫംഗൽ ക്ലാസ് ഏത്? ബെസിഡിയോമൈസസ്. വാട്ട് ഈസ് ദ കോമൺ നെയിം ഫോർ ജെയിന്റ് പഫ് ബാൾ മഷ്റൂം? ജെയിന്റ് ആയിട്ടുള്ള പഫ് ബാൾ മഷ്റൂമിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കാൽവെറ്റിയ ജൈജൻഷ്യ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ലൈക്കോപെർഡോൺ സ്പീഷീസ് ആർ കോമൺലി റെഫർഡ് ടു അസ്. ലൈക്കോപെർഡോൺ സ്പീഷീസുകളെ കോമൺ ആയിട്ട് ഇതിൽ ഏത് പേരിൽ അറിയപ്പെടാം? ലൈക്കോപെർഡോൺ വരുന്ന ഗ്രൂപ്പാണ് പഫ് ബാൾസിൽ വരുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് ഏത്? ലൈക്കോപെർഡോൺ. ലൈക്കോപെർഡോൺ പെർലേറ്റം ഈസ് കോമൺലി നോൺ ആസ് ദ. ലൈക്കോപെർഡോൺ പെർലേറ്റം സാധാരണ അറിയപ്പെടുന്നത് ജെം സ്റ്റഡഡ് പഫ് ബാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഡിറ്ററോമൈസസ് ആർ കോമൺലി നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗി ബിക്കോസ് നമുക്ക് അറിയാവുന്ന കേസാണ് their sexual phase are unknown or absent. Sexual reproduction absent ആയിട്ടുള്ള ഫംഗസുകളാണ് ഡിറ്ററോമൈസസ് ഓർ ഇംപെർഫെക്റ്റ് ഫംഗി, ഫംഗൽ ഇംപെർഫെക്റ്റി എന്ന് അറിയപ്പെടുന്നത്. Which type of asexual spores are typically found in the members of Dipteromyces? ഡിറ്ററോമൈസസിലെ സെക്ഷൽ റീപ്രഡക്ഷൻ ആബ്സെന്റ് ആണെങ്കിൽ അവിടെ കാണപ്പെടുന്ന only one method എന്ന് പറയുന്നത് കൊണീഡിയ ഫോർമേഷൻ ആണ്. അപ്പൊ നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? കൊണീഡിയ ആണ് ആൻസർ. The mycelium of Dipteromyces. മൈസീലിയം ഓഫ് ഡിറ്ററോമൈസിന്റെ പ്രത്യേകത സെപ്റ്റേറ്റ് ബ്രാഞ്ചഡ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺ ഫംഗ്ഷൻ ഓഫ് മെനി ഡിറ്ററോമൈസസ്? പല ഡിറ്ററോമൈസിന്റെയും കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? നൈട്രോജൻ ഫിക്സേഷൻ, ഡീകമ്പോസ് ഓഫ് ലിറ്റർ ആൻഡ് ഹെൽപ്പേഴ്സ് ഇൻ മിനറൽ സൈക്ലിംഗ്, പ്രൊഡ്യൂസർ ഓഫ് സെക്ഷൽ സ്പോർട്സ്, പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ്. ഡീകമ്പോസിഷൻ തന്നെയാണ് പ്രധാന ഫംഗ്ഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. Which of the following is an example of Dipteromys? അപ്പൊ എക്സാമ്പിൾ ഓർത്തിരുന്നാൽ ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റൂ. ഡിറ്ററോമൈസിന്റെ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ അൽബുഗോ നമുക്കറിയാം, അതല്ല. റൈസോപ്പസ് ഓൾട്ടർനേറിയ അഗാരിക്കസ്, ഓൾട്ടർനേറിയ ആണ് ഡിറ്ററോമൈസിന്റെ എക്സാമ്പിൾ. വിച്ച് സെറ്റ് ഓഫ് ജനീറ ബിലോങ് ടു ദ ക്ലാസ് ഡിറ്ററോമൈസസ്? അപ്പൊ കുറച്ച് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഡിറ്ററോമൈസസ് എന്ന ക്ലാസ്സിൽ വരുന്നത്? ഓൾട്ടർനേറിയ വരുന്ന സ്പീഷീസ് നോക്കിയാൽ ഓൾട്ടർനേറിയ, കൊളറ്റോട്രൈക്കം, ട്രൈക്കോഡർമയാണ് ആൻസർ. When the sexual stage of a fungus in Dipteromyces is discovered, it is generally moved to. Dipteromyces പ്ലേസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഫംഗസിലെ സെക്ഷൽ സ്റ്റേജുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതിനെ എങ്ങോട്ട് മാറ്റും? ഒന്നെങ്കിൽ കറസ്പോണ്ടിങ് അസ്കോമൈസിലോട്ടോ അല്ലെങ്കിൽ ബെസിഡിയോമൈസിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ആൻസർ അസ്കോമൈസിസ് ഓർ ബെസിഡിയോമൈസിസ്. Which of the following is a characteristic feature of Dipteromyces? ഫീച്ചർ നോക്കാം. സെക്ഷൽ റീപ്രഡക്ഷൻ ബൈ കോൺജുഗേഷൻ. സെക്ഷൽ റീപ്രഡക്ഷൻ ഇല്ല എന്നാണ് പഠിച്ചത്. ആസെക്ഷൽ റീപ്രഡക്ഷൻ ബൈ കൊണീഡിയ. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് ആസെക്ഷൽ റീപ്രഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ ഫോം ഓർഡർ മൊണീലിയേൽസ് ഇൻ Dipteromyces ഇൻക്ലൂഡ്. ഡിറ്ററോമൈസസിലെ മൊണീലിയേൽസ് എന്ന ഓർഡറിൽ, ഫോം ഓർഡറിൽ ഉൾപ്പെടുന്ന ആരായിരിക്കും? സാപ്രോഫൈറ്റുകളും പാരസൈറ്റുകളും. ഓപ്ഷൻ സി ആണ് ആൻസർ. Which of the following is not a characteristic feature of Dipteromyces? എത്തപ്പോ നിനക്ക് ആ ഓപ്ഷൻ വായിച്ചപ്പോൾ കിട്ടും. പ്രസൻസ് ഓഫ് പെർഫെക്റ്റ് സ്റ്റേജ്. പെർഫെക്റ്റ് സ്റ്റേജ് വേണമെങ്കിൽ സെക്ഷൽ റിപ്രഡക്ഷൻ. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ അകത്ത് വരാത്ത കാരണം? പ്രസൻസ് ഓഫ് പെർഫെക്റ്റ് സ്റ്റേജ്. അത് ഡിറ്ററോമൈസിന്റെ ഫീച്ചർ അല്ല. മൾട്ടി സെല്ലുലാർ മ്യൂരിഫോം കൊണീഡിയ ആർ ഫോംഡ് ഇൻ. മ്യൂരിഫോം കൊണീഡിയ എന്ന് വെച്ചാൽ ഒരു നെറ്റ് ലൈക്ക്, ഒരു ബീഡ് വന്നിട്ട് വീണ്ടും ഗ്യാപ്പ് വന്നിട്ട് ബീഡ്, അങ്ങനെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്രിക്ക് ലൈക്ക് നെറ്റ് ലൈക്ക് സ്ട്രക്ചറിൽ കാണപ്പെടുന്ന രീതിയിലുള്ള കൊണീഡിയ കാണപ്പെടുന്നത് ഏത് സ്പീഷീസ് എന്ന് വെച്ചാൽ ഓൾട്ടർനേറിയ. ഓർത്തിരിക്കുക, മ്യൂരിഫോം മൾട്ടി സെല്ലുലാർ കൊണീഡിയ കാണപ്പെടുന്നത് ഓൾട്ടർനേറിയ. മാക്രോ ആൻഡ് മൈക്രോ കൊണീഡിയ ആർ പ്രൊഡ്യൂസ് ചെയ്യും. രണ്ട് ടൈപ്പ് കൊണീഡിയ കാണും. മൈക്രോ ആൻഡ് മാക്രോ കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്തത് ഫ്യൂസാരിയൻ സ്പീഷീസിലായിരിക്കും. ഓർത്തിരിക്കുക. കൊളട്രോട്രൈക്കം ഫാൾക്കേറ്റം ഈസ് ദ കാഷ്വൽ ഏജന്റ് ഓഫ് വിച്ച് ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചർ ഡിസീസ്? കൊളറ്റോട്രൈക്കം ഫാൽക്കേറ്റം ആണ് റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിന് കാരണമാകും. അപ്പൊ ആൻസർ റെഡ് റോട്ട് ഷുഗർ കെയിൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറിസ്റ്റിക് അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസിംഗ് ബൈ കൊളറ്റോട്രൈക്കം? കൊളറ്റോട്രൈക്കം പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര്, കൊണീഡിയ എല്ലാം ചേർന്നുണ്ടാകുന്ന ആ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് എന്ന് പറയുന്നത് അസർവുലസ് എന്നാണ്. അസർവുലസ്. കൊളറ്റോട്രൈക്കം സ്പീഷീസ് ആർ വെൽ നോൺ പ്ലാന്റ് പത്തോജൻസ് കോസിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ഡിസീസ്? കൊളറ്റോട്രൈക്കം കൂടുതലും കാസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. തന്നിരിക്കുന്നതിൽ ഉള്ള ഓപ്ഷൻ നോക്കിയിട്ട് നോക്കുകയാണെങ്കിൽ പൗഡറി മെൽഡ്യൂ അല്ല, റസ്റ്റ് അല്ല, സ്മട്ട് അല്ല. അപ്പോൾ വരുന്നത് ആന്ത്രാക്നോസ് ആണ്. ആന്ത്രാക്നോസ് ആണ് ആൻസർ. ടിക്ക ഡിസീസ് ഓർ ലീഫ് സ്പോട്ട് ഓഫ് ഗ്രൗണ്ട് നട്ട് കോസ്ഡ് ബൈ. ഗ്രൗണ്ട് നട്ടിലെ ലീഫ് സ്പോട്ട് അല്ലെങ്കിൽ ടിക്ക ഡിസീസ് എന്നറിയപ്പെട്ട ഡിസീസിന് കാരണം എപ്പോഴും സെർക്കോസ്പോറ ആയിരിക്കും. സെർക്കോസ്പോറ രണ്ട് സ്പീഷീസ് ഉണ്ട്.
സെർക്കോസ്പോറ പെഴ്സണേറ്റീവ്, സെർക്കോസ്പോറ അരാക്കിഡിക്കോല. ഇത് രണ്ടും ഏതിന് കാരണമാവും? ടിക്ക ഡിസീസിന് കാരണം. Fusarium udum causes the disease wilt of arha. ഓർത്തിരിക്കുക. Early blight of potato. Early blight of potato, late blight of potato മാറിപ്പോയത്. Late blight of potato കാരണം Phytophthora infestans ആണെങ്കിൽ early blight of potato കാരണം Alternaria solani. ഓർത്തിരിക്കുക. The mutualistic symbiotic association between fungal hyphae and roots of higher plants. ഹയർ പ്ലാന്റ്സ് റൂട്ടും ഫംഗസും ഇന്ററാക്ഷൻ നമുക്കറിയാം. പ്ലസ് വൺ ടോപ്പിക്കാണ് പഠിച്ചിട്ടുള്ളത്. മൈക്കോറൈസ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആർബസ്കുലർ മൈക്കോറൈസ? AM. ആർബസ്കുലർ മൈക്കോറൈസയുടെ ഫീച്ചർ ഏതാണ്? നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. They belongs to Basidiomycetes. They do not penetrate host cells. They produce vesicles and arbusculus for nutrient exchange. They only associate with aquatic plants. ഓർക്ക, വെസിക്കിൾസും ആർബസ്ക്യൂൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ന്യൂട്രിയൻസ് എക്സ്ചേഞ്ചിന് വേണ്ടിയാണ് മൈക്കോറൈസിൽ കാണപ്പെടുന്നത്. അപ്പൊ അതാണ് ആൻസർ. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ വെസിക്കുലർ ആർബസ്കുലർ മൈക്കോറൈസ് എന്ന ടൈപ്പും കാണപ്പെടുന്നു. ആ ഒരു പേരിൽ അറിയപ്പെടുന്നു. BAM, അങ്ങനെ ഒരു പേര് ഓർക്കണം. BAM സാധാരണ മൈക്കോറൈസിന് ബന്ധപ്പെട്ട വാക്കാണ്. The fungal partner lichen is mostly from which group? Fungal lichen നമുക്കറിയാം, ആൽഗയും ഫംഗൽ തമ്മിലുള്ള മ്യൂച്വൽ ഇന്ററാക്ഷൻ എന്ന് പറയും. അതില് ഫംഗൽ ആൽഗൽ പാട്ട് നമുക്കറിയാം എപ്പോഴും ക്ലോറോഫൈസിൽ വരുന്നതാണെങ്കിൽ ഫംഗൽ പാട്ട് കൂടുതലും വരുന്നത് അസ്കോമൈസിലായിരിക്കും. Which symbiotic fungus is known to produce the wood wide web network of forest? wood wide web network ഫോറസ്റ്റിൽ ഉണ്ടാകാൻ കാരണമായ സിംബയോട്ടിക് ഫംഗസ് എന്ന് പറയുന്നത് പുറത്തിരിക്കുക എക്ടോ മൈക്കോറൈസൽ ഫംഗസുകളായ ബൊളീറ്റസ് ആണ്. ബൊളീറ്റസ് പോലുള്ള എക്ടോ മൈക്കോറൈസൽ ഹോസിന്റെ പുറത്ത് കാണപ്പെടുന്ന മൈക്കോറൈസൽ ഫംഗസുകളാണ് വുഡ് വൈഡ് വെബ് എന്ന ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചറിന് കാരണം. ലൈക്കൻസ് ആർ വെൽ നോൺ ബയോ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പൊല്യൂഷൻ. സ്പെസിഫിക്കലി നമുക്കറിയാം എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് ലൈക്കൻ. ലൈക്കൻ സാധാരണ എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ വളരില്ല, പ്രത്യേകിച്ച് സൾഫർ ഡയോക്സൈഡിന്റെ പ്രസൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വളരാറില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് is a key feature of saprophytic fungi that allows them to decompose dead vegetation? സാധാരണ സാപ്രോഫൈറ്റിക് ഫംഗസിന്റെ പ്രധാന ഫീച്ചർ, അതായത് ഡീകമ്പോസിന് സഹായിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈം ഫോർ എക്സ്റ്റേണൽ ഡൈജഷൻ. എക്സ്റ്റേണൽ ഡൈജഷന് വേണ്ടി എൻസൈം സെക്രീറ്റ് ചെയ്യുന്നത് കൂടുതൽ ഫംഗസുകളാണ്. What is the typical nature of association between endophytic fungi and their host plant? Endophytic, ഹോസ്റ്റിന് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഫംഗസുകളും ആ ഹോസ്റ്റ് പ്ലാന്റിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻ തന്നെയായിരിക്കും. The intercellular hyphal network formed by ectomycorrhizal fungi in the root cortex is known as. റൂട്ടിന്റെ കോർട്ടക്സിലെ ഇന്റർസെല്ലുലാർ ഹൈഫൽ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്ന ഹാർട്ടിക് നെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹാർട്ടിക് നെറ്റ് ആ പേരിലാണ് അറിയപ്പെടുന്നത്. Which of the following fungi forms a characteristic ectomycorrhizal association with the roots of Pinus? പൈനസിന്റെ റൂട്ടിലെ ectomycorrhizal association കാണിക്കുന്നത് കൂടുതലും ബൊളീറ്റസ് സ്പീഷീസ് അല്ലെങ്കിൽ അമാനിറ്റസ് സ്പീഷീസുകളായിരിക്കും. എക്സാമ്പിൾ ഫോർ ഷീത്തിങ് മൈക്കോറൈസ ഓർ എക്ടോമൈക്കോറൈസ. എക്ടോമൈക്കോറൈസ മറ്റൊരു പേരാണ് ഷീത്തിങ് മൈക്കോറൈസ. അതിന്റെ കാരണം എന്നുള്ളത് പൈനസ് മരങ്ങളിലാണോ അല്ലെങ്കിൽ സിട്രസ് ആണോ അബി സ്പീഷീസുകളാണോ അത് ഓൾ ഓഫ് ദീസ് ആണ്. ഈ പറഞ്ഞ എല്ലാ മരങ്ങളിലും എന്താണ് എക്ടോമൈക്കോറൈസ അല്ലെങ്കിൽ ഷീത്തിങ് മൈക്കോറൈസ കാണപ്പെടുന്നത്. ലിറ്റ്മസ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. ലിറ്റ്മസ് എടുക്കുന്നത് ലൈക്കൻ എന്ന് പറയുന്നത് അത് ഏത് ലൈക്കനാണ്? റോസല്ല മോണ്ടൈഗ്നിയിൽ നിന്നാണ് എടുക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. Which fungi is primarily responsible for the production of penicillin, the first widely used antibiotic? Penicillin എടുക്കുന്നത് നമുക്കറിയാം പെൻസിലിയം നൊട്ടേറ്റം. The commercial production of citric acid mainly carried out by which fungus? കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിട്രിക് ആസിഡ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഫംഗസ് ആണ് ആസ്പെർജില്ലസ് നൈഗർ. സക്കാരോമൈസസ് സെർവീസിയെ ഓർ ഈസ്റ്റ് ഈസ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊഡ്യൂസിങ്. ഈസ്റ്റ് കൂടുതലും പ്രൊഡ്യൂസ് എന്തിന്റെ പ്രൊഡക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എത്തനോളിന്റെയും കാർബൺ ഡയോക്സൈഡ് ബ്രെയിങ് ആൻഡ് ബേക്കറി ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. Which fungi is famously used as a model organism in genetic studies to establish one gene one enzyme hypothesis? ജനറ്റിക് വർക്ക് അല്ലെങ്കിൽ ബയോകെമിസ്ട്രി വർക്കിന് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂറോസ്പോറയാണ്. ന്യൂറോസ്പോറ ക്രാസ. Which of the following is common edible fungus known as morels of ഗുച്ചി? മോറൽസ് അല്ലെങ്കിൽ ഗുച്ചി എന്നറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞ മോർക്കല്ല സ്പീഷീസ് ആണ്.
മോർക്കല്ല, എസ്കുലന്റ് ആണ്. ഏതാണ്ട് ചോക്കോബാർ പോലെയൊക്കെ തോന്നി, ഇങ്ങനെ കുറച്ച് ഡിസൈനുള്ള ചോക്കോബാർ പോലെയാണ് കാണപ്പെടുന്നത്. അതാണ് മോറസറിങ് ട്രഫിൾസ് എന്നറിയപ്പെടുന്നത്. പെനിസിലിയം റോക്ക്ഫോർട്ട് ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ഇൻ പെനിസിലിയം റോക്ക്ഫോർട്ടിൻസ് ഫംഗസ് കൂടുതലും ചീസ് ഇൻഡസ്ട്രിയിലാണ്. റോക്ക്ഫോർട്ട് ചീസ് ഒക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. Which of the following produces drug ergotamine used as vasoconstrictor? Vasoconstrictor ഉപയോഗിക്കുന്ന എർഗോട്ടാമിൻ ഡ്രഗ് എടുക്കുന്നത് എർഗോട്ട് ഫംഗസ് തന്നെയായിരിക്കും, ക്ലേവ്സസ് പർപ്യൂരിയ. Which enzyme used in the paper industry and for clarifying fruit juice is derived from trichoderma? ട്രൈക്കോഡെർമ എടുക്കുന്ന ഏത് എൻസൈമാണ് പേപ്പർ ഇൻഡസ്ട്രികളിലും ഫ്രൂട്ട് ജ്യൂസിന്റെ ക്ലിയറിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നത്? സെല്ലുലൈസ് ആണ്. LSD is used in experimental psychiatry and it is obtained from. എക്സ്പെരിമെന്റൽ സൈക്യാട്രികളിൽ ഉപയോഗിക്കുന്ന LSD എന്ന ഡ്രഗ് കൂടുതലും എടുക്കുന്നത് അല്ലെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ക്ലേവിസസ് പർപ്യൂറിൻ ആണ്. ലിപ്പേസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻസ് ഫോർ റിമൂവിംഗ് ഫാറ്റ് ബേസ്ഡ് സ്റ്റെയിൻ, ഓയിൽ സ്റ്റെയിൻ ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. സാധാരണ ഫാറ്റ് ബേസ്ഡ് സ്റ്റെയിനും ഓയിൽ സ്റ്റെയിനും റിമൂവ് ചെയ്യാൻ ഡിറ്റർജന്റ് ഫോർമുലേഷനിൽ ഉപയോഗിക്കുന്ന ലിപ്പേസ് അത് ഏതിന്റെ സോഴ്സ് ആണ് അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Candida lipotica. Pectinase is widely used to clear fruit juices, correcting fibers for extraction of olive oil, and it is obtained from Aspergillus nigra. Protease is used to clear fruit juices during bottling, and it is obtained from. സാധാരണ ബോട്ടിൽ നമ്മൾ ജ്യൂസ് ബോട്ടിലാക്കുമ്പോൾ അത് പാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്ലിയറിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആസ്പെർജില്ലസ് ഒറൈസ് എടുക്കുന്ന പ്രോട്ടിയസ് ആയി. Cyclosporin A used as an immunosuppressant agent during organ transplantation and it is obtained from. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത് ഉപയോഗിക്കുന്ന ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ടുള്ള സൈക്ലോസ്പോറിൻ എടുക്കുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം അല്ലെങ്കിൽ ടോളിപോക്ലൈഡിയം ഇൻഫ്ലേറ്റം എന്ന സ്പീഷീസിനായിരിക്കും. ആ രണ്ട് പേരും ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റാറ്റിൻസ് യൂസ്ഡ് ഫോർ ലോവറിംഗ് ദ ലെവൽസ് ഓഫ് ബ്ലഡ് കൊളസ്ട്രോൾ ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം. ബ്ലഡിന്റെ കൊളസ്ട്രോളിന്റെ ലെവൽ ലോവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻസ് എപ്പോഴും എടുക്കുന്നത് മൊണാസ്കസ് പർപ്യൂരിയസ് എന്ന ഫംഗസിനായിരിക്കും. Which group of fungi is most widely used for the biodegradation of pesticide and toxic industrial waste due to their lignin degrading enzyme? വൈറ്റ് റോട്ട് ഫംഗസുകളാണ്. പനറോക്കിറ്റെ, ക്രൈസോസ്പോറിയം എന്ന സ്പീഷീസുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. Which of the following fungi has been tested and shown high capability for the elimination of pesticide like cypermethrin and carbendazim for soil? സോയിലിൽ അടങ്ങിയിരിക്കുന്ന പെസ്റ്റിസൈഡുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗസുകൾ ട്രൈക്കോഡെർമ വിറിഡെ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. Which of the following is not a lignolytic enzyme produced by fungi for the degradation of waste? സാധാരണ ഫംഗസുകൾ വേസ്റ്റിന്റെ ഡീഗ്രഡേഷന് വേണ്ടി ലിഗ്നോലിറ്റിക് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നില്ല അത് അങ്ങനെ അല്ലാത്ത ലിഗ്നോലിറ്റിക് എൻസൈം അല്ലാത്തെന്ന് പറയുന്നത് പോളി ഗാലക്ടോ യുറേനേസ് ആണ് കേട്ടോ. ഓപ്ഷൻ നോക്കാം, ബാക്കി എല്ലാം ലിഗ്നോലിറ്റിക് എൻസൈമുകളാണ്. Fungi are able to degrade synthetic pyrethroids and carbamates through co-metabolism. Which insecticide was found to be 99% degraded by Pleurotus pulmonaris in contaminated substrate? Endosulfan. Aspergillus pseudoi CBMAI 935. There is a marine derived fungus that has demonstrated efficiency in degrading which of the following insecticide? മീഥൈൽ പരാത്തോൺ. അതായത് 20 ദിവസം കൊണ്ട് 100% അതിനെ റിമൂവ് ചെയ്യാൻ കപ്പാസിറ്റി. The ability of fungi to break down tough plant tissue is due to the secretion of. ടഫ് ആയിട്ടുള്ള പ്ലാന്റ് ടിഷ്യൂസിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തിന്റെ സെക്രീഷൻ കൊണ്ടാണ്? എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ്, സെല്ലുലൈസ് ലിഗ്നൈസിന്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ് കൂടുതലും ഫംഗസുകൾ ആ ഒരു ടഫ് ആയിട്ടുള്ള കവറിങ്ങിനെ അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂ പാർട്ടിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. Which group of fungi is most efficiently responsible for complete mineralization of lignin? ലിഗ്നിന്റെ കംപ്ലീറ്റ് മിനറലൈസേഷന് കപ്പാസിറ്റി നേടുന്ന അല്ലെങ്കിൽ അതിന് കഴിയുന്ന എഫിഷ്യൻസി ഉള്ള ഫംഗസുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വൈറ്റ് റോട്ട് ഫംഗസുകളാണ് ബസിലിയോമൈസിൽ വരുന്നത്. Which enzyme is not typically involved in the lignin degrading system of fungus? ഫംഗസുകളുടെ ഡീഗ്രേഷൻ സിസ്റ്റത്തിൽ വരുന്ന ലിഗ്നിൻ ആ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യാത്ത എൻസൈം എന്ന് പറയുന്നത് സെല്ലുലൈസ്. സെല്ലുലൈസ് എന്ന് പറയുന്നത് ഒരു ലിഗ്നിൻ ഡീഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വരുന്നതല്ല, അത് സെല്ലുലോസിനെ മാത്രം ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട്. Fungi act as decomposers by secreting which type of enzyme?
ഏത് ടൈപ്പ് എൻസൈം സെക്രീറ്റ് ചെയ്തിരുന്ന ഫംഗസ് ഡീകമ്പോസിഷൻ പ്രോസസ് നടത്തുന്നത്? ഫംഗസ് കൂടുതലും എക്സ്ട്രാ സെല്ലുലാർ ഡയറക്ഷന് വേണ്ടിയുള്ള എൻസൈമുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺലി റെഫർഡ് ടു ആസ് വെജിറ്റേറ്റീവ് വൾച്ചേഴ്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം? പ്ലാന്റ് കിങ്ഡത്തിലെ വെജിറ്റേറ്റീവ് വൾച്ചർ എന്നറിയപ്പെടുന്നത് സാപ്രോഫൈറ്റിസ് ഫംഗസുകളായിരിക്കും. ലിഗ്നിൻ ഡീഗ്രഡേഷൻ ബൈ വൈറ്റ് റോട്ട് ഫംഗസ് ഇസ് ജനറലി കൺസിഡർഡ് ആസ് ആൻ ഡാഷ് പ്രോസസ്. സാധാരണ വൈറ്റ് റോട്ട് ഫംഗസുകൾ ലിഗ്നിൻ ഡീഗ്രഡേഷൻ നടത്തില്ല. അത് എന്ത് പ്രോസസ് ആണ്? അപ്പൊ എപ്പോഴും ഓക്സിഡേഷൻ നടത്തുന്ന പ്രോസസ്സാണ്. അപ്പൊ ഓക്സിഡേറ്റീവ് പ്രോസസ് ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഈസ് പ്രൈമർലി റെസ്പോൺസ് ഫോർ ദ റീഗ്രേഷൻ ഓഫ് റീകാൽസിട്രന്റ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആൻഡ് പെസ്റ്റിസൈഡ് ബൈ വൈറ്റ് റോട്ട് ഫംഗസ്? വൈറ്റ് റോട്ട് ഫംഗസിൽ റീകാൽസിട്രന്റ് അരോമാറ്റിക് കോമ്പൗണ്ട്സുകളുടെ പെസ്റ്റിസൈഡ് ഡയറക്ഷന് വേണ്ടി ഏതുതരം എൻസൈമുകളാണ് ഉപയോഗിക്കുന്നത്? ലാക്കേസ് ഓർ പെറോക്സിഡേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ദ ആന്റിബയോട്ടിക് ഗ്രീസിയോ ഫൾവിൻ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ്. ഏത് ട്രീറ്റ് ചെയ്യാനാണ് ഗ്രീസിയോ ഫൾവിൻ എന്ന ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്? ഫംഗൽ സ്കിൻ ഇൻഫെക്ഷൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബ്ലൂ ചീസ് ഈസ് റൈപ്പൻഡ് ബൈ വിച്ച് ഫംഗസ്? ബ്ലൂ ചീസ് നിർമ്മിക്കാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഫംഗസ് പെൻസിലിയം റോക്ക്ഫോർട്ടിയ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എഡിബിൾ മഷ്റൂം വിത്ത് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ? ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള എഡിബിൾ മഷ്റൂം എന്ന് പറയുന്നത് അഗാരിക്കസ് ബൈസ്പോറസ് ആണ്. വിച്ച് മൈക്കോടോക്സിൻ ഈസ് നോൺ ടു ഹാവ് വൊമിറ്റിംഗ് എഫക്ട് ഓർ വൊമിറ്റോക്സിൻ? വൊമിറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ വൊമിറ്റോക്സിൻ എഫക്റ്റിന് കാരണമായത് മൈക്കോടോക്സിൻ ആയിരുന്നു. വെച്ചാൽ ഡിയോക്സി നിവാലോനോൾ ആണ്. DOA. ഓപ്ഷൻ സി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മൈക്കോടോക്സിൻ? എന്നാൽ ഇത് താഴത്തെ നിരയിൽ മൈക്കോടോക്സിൻ അല്ലാത്ത പറയുന്നത് പെൻസിലിൻ ആണ്. പെൻസിലിൻ ഒരു ആന്റിബയോട്ടിക്, ബാക്കിയെല്ലാം മൈക്കോടോക്സിൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗൈ ഈസ് നോൺ ടു കോസ് റിംഗ് വേം ഇൻ ഹ്യൂമൻസ്? ഹ്യൂമൻസിൽ വട്ടച്ചോറ് റിംഗ് വേമിന് കാരണമാവുന്നത് ട്രൈക്കോഫൈറ്റോ ഫംഗസുകളാണ്. സൈറമിൻ ഈസ് എ സെക്ഷൽ ഫെറമോൺ സ്പേം അട്രാക്ടിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ? സൈറൻ എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ഫെറമോൺ ആണ്, സ്പേമിനെ അട്രാക്ടിംഗ് ഹോർമോൺ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അലോമൈസസ് ജീനസുകളായിരിക്കും. ട്രൈസ്പോറിക് ആസിഡ് ഈസ് എ സെക്സ് ഹോർമോൺ ആൻഡ് ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം? ട്രൈസ്പോറിക് ആസിഡ് ഒരു സെക്സ് ഹോർമോൺ ആണ്. അത് ഐസൊലേറ്റ് ചെയ്യുന്നത് രണ്ട് സ്പീഷീസ് ഉണ്ട്. ഒന്ന് ബ്ലാക്കസ്ലിയ ട്രൈസ്പോറ, മ്യൂക്കർ, മ്യൂക്കിഡോർ. ഇത് രണ്ടും ആൻസർ. അപ്പോൾ ബോത്ത് A and B ആണ് ആൻസർ. ദ കൊറോള റൂട്ട്സ് ഓഫ് സൈക്കസ് എക്സിബിറ്റ് എ സിമിലർ അസോസിയേഷൻ വിത്ത്? ഇത് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ല. ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് പോയതാണ്. അപ്പൊ നമുക്കറിയാം കൊറോള റൂട്ട് എന്ന് പറയുന്നത് സൈക്കസിന്റെ വേരിൽ കാണപ്പെടുന്നതാണ്. നൈട്രജൻ ഫിക്സിംഗ് സയാനോ ബേക്കിലാണ് കാണപ്പെടുന്നത്. അതൊരു മ്യൂച്വൽ ഇന്ററാക്ഷൻ ആണ്. മൈക്രോറൈസ് പോലെ മ്യൂച്വൽ ഇന്ററാക്ഷൻ തന്നെയാണ്. അപ്പൊ ആൻസർ ഇവിടെ സയാനോ ബേക്ക്. ഇത് നമ്മുടെ ഈ ടോപ്പിക്കിൽ വരേണ്ടതല്ല. മഷ്റൂംസ് ആർ കൺസിഡേർഡ് എ ഗുഡ് സോഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻസ്? സാധാരണ മഷ്റൂംസിലെ വൈറ്റമിൻ സോഴ്സ് കൂടുതലാണെന്ന് പറയും. ഏത് വൈറ്റമിൻ സോഴ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്? കൂടുതലുമായിട്ട് വിറ്റാമിൻ B കോംപ്ലക്സ്, B3, B5 അതുപോലെ വിറ്റാമിൻ Dയുമാണ് അടങ്ങിയിരിക്കുന്നത്. വിച്ച് ഫംഗസ് ഈസ് highly popular as single cell protein and source of vitamin B complex? SCP സിംഗിൾ സെൽ പ്രോട്ടീൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിറ്റാമിൻ B കോംപ്ലക്സ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫംഗസ് എന്ന് പറയുന്നത് സക്കാരോമൈസസ് സെർവീസി തന്നെയാണ്. വിച്ച് മഷ്റൂം ഇസ് നോൺ ആസ് എ റിച്ച് സോഴ്സ് ഓഫ് വിറ്റാമിൻ D2 എർഗോ കാൽസിഫെറോൾ വെൻ എക്സ്പോസ്ഡ് ടു UV ലൈറ്റ്? UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ വിറ്റാമിൻ D2 കൂടുതൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന മഷ്റൂം ഏതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പീഷീസ് ഉണ്ട്. ഒന്ന് ലെൻഡിക്കുല എഡോഡിസും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലൂറോട്ടസ് ഓസ്റ്റിയേറ്റസും ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻ B and C ആണ് ആൻസർ. വിച്ച് ഫിലമെന്റസ് ഫംഗസ് ലൈക്ക് മൈക്രോ ഓർഗാനിസം ഈസ് കോമൺലി യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ ബിക്കോസ് ഓഫ് ദ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ? ഫുസാരിയം ഗ്രാമിനിയരമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മൈക്കോളജിയിലെ എല്ലാ ടോപ്പിക്കുകളുടെയും റിവിഷൻ ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് തന്നെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ തന്നെ ആ ടോപ്പിക്കിൽ വരേണ്ട മാക്സിമം പോയിന്റ്സും കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൽ കൂടുതൽ ഏതെങ്കിലും പോയിന്റ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മൊഡ്യൂൾ കാണാം. എല്ലാവർക്കും ശുഭദിനം.